ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇറ്റ്സ് ബീൻ ക്വൈറ്റ് സം ടൈം സിൻസ് വി മെറ്റ്. ഇന്നത്തെ വീഡിയോ ക്ലാസ് 12ലെ ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം 12ലെ ഫിസിക്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്സ്. അറ്റ്ലീസ്റ്റ് 1 ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് 1, ചിലപ്പോൾ 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ സെമി കണ്ടക്ടേഴ്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാഫുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഗ്രാഫുകളും നിങ്ങൾ പഠിക്കുവാണെങ്കിൽ മിനിമം 1 ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്നു മിനിമം 1 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ് ക്യാൻ ബി 3 to 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിഫറെന്റ് ഷേപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് യൂസിങ് ഗോസ് തിയറം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, E = ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 r ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ആർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലുള്ള ഷേപ്പ് ഇതാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ഫസ്റ്റത്തെ ഗ്രാഫ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, then comes electric field due to uniformly charged spherical shell. Spherical shellന് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ 0 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു പോർഷനിൽ till small r equal to capital R. Capital R stands for radius of the shell. അതുവരെ നമ്മൾ ഒരു empty gap ആണ് ഇടുന്നത്, ബിക്കോസ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അറ്റ് ദ സർഫസ് ഓഫ് ദ ഷെൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്നത്. അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് കീപ് ഡിക്രീസിങ് ആസ് എ ഫംഗ്ഷൻ ഓഫ് 1/r². അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണ്. ഇതിന് നോൺ കണ്ടക്ടിങ് സ്ഫിയറിനാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോട്ട് 0 ഇൻസൈഡ് ദ ഷെൽ. സ്ഫിയർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അതുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി ഔട്ട്സൈഡ് ദ ഷെൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അതുകൊണ്ടാണ് ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് കർവ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നോൺ കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഗ്രാഫ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു തിൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0, which means electric field does not depend on the distance r. does not dependent അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അടുത്ത ഗ്രാഫ്. ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് സെയിം ഗ്രാഫിൽ തന്നെ ഡെപ്പിക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പൊ രണ്ടും എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് ആണ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിന്റെ കുറച്ചും കൂടെ സ്റ്റീപ്പർ ഡിക്രീസും ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കുറച്ചും കൂടെ സ്ലോവർ ആയിട്ടുള്ള ഡിക്രീസും ആണ് കാണിക്കേണ്ടത്. അപ്പൊ ഇതാണ് അതിന് ഉപയോഗിക്കുന്ന ഗ്രാഫ്. ഇനി നമുക്ക് കറന്റ് ഇലക്ട്രിസിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് വോൾട്ടേജ് ഫോർ ഗാലിയം ആർസെനൈഡ് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. നമുക്കറിയാം ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഒരു ഗ്യാസസിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് ഗാലിയം ആർസെനൈഡ് എന്ന് പറയുന്നത്. അതിൽ കറന്റ് വേഴ്സസ് ഓമിക് മെറ്റീരിയൽസ് ആണെങ്കിൽ കറന്റ് വേഴ്സസ് വോൾട്ടേജ് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടേണ്ടിയിരുന്നത് അല്ലെ. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫാണ്. നോൺ ഓമിക് മെറ്റീരിയൽ ആണ്. ഇവിടെ നോൺ ലീനിയർ റീജിയൻ, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഗാലിയം ആർസെനൈഡിന്റെ കറന്റ് വേഴ്സസ് വോൾട്ടേജ് ഗ്രാഫ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ഓൺ മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതായത് നിക്രോം ഒക്കെ പോലെയുള്ള മെറ്റീരിയൽസിൻ്റെ, അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ, ഓക്കെ, നിക്രോമൊക്കെ പോലെയുള്ള അലോയ്സിന്റെ. അപ്പൊ അതിന്റെ മൂന്നിന്റെയാണ്. അതായത് ആദ്യം കാണിച്ചിരിക്കുന്നത് കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അലോയിനും റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ബട്ട് ആ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അത്ര സ്റ്റീപ്പ് ആയിട്ടുള്ള, വളരെ സ്ലോ ആയിട്ടുള്ള, വളരെ ചെറിയൊരു ഇൻക്രീസ് മാത്രമാണ് കാണിക്കുന്നത്. അതാണ് സെക്കൻഡ് ഗ്രാഫ്. തേർഡ് ഗ്രാഫ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്
ഡിഫറൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് ആണ്. അപ്പൊ ഈ 3 ഗ്രാഫും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫുകളാണ്. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ തന്നെ പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് റെസിസ്റ്റൻസ് ഫോർ എ സെൽ ഓഫ് EMF E and internal resistance R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല I equal to E divided by R plus R ആണ്. അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് വരുന്നതും ഈ എക്സ്പോണൻഷ്യലി ഡിക്രീസിംഗ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഓക്കെ, ഇനി മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് അറ്റ് ദ ആക്സിസ് ഓഫ് ദ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിന്റെ ഗ്രാഫ് നമുക്ക് ഈ ഗ്രാഫൊക്കെ ചിലപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ഗ്രാഫ്സ് ഉണ്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിനനുസരിച്ചുള്ള ഗ്രാഫ് ചൂസ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഗ്രാഫാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേഴ്സസ് കറന്റ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് വേഴ്സസ് കറന്റിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് ഇൻഡക്ടൻസ് ആണ് ഇതിന്റെ സ്ലോപ്പ്. ഓക്കെ, ഫ്ലക്സ് വേഴ്സസ് കറന്റിന്റെ സ്ലോപ്പ് സെൽഫ് ഇൻഡക്ടൻസ്. ഇനി ഇൻഡ്യൂസ്ഡ് EMF വേഴ്സസ് DI/dt വരയ്ക്കാൻ പറഞ്ഞാൽ E equal to -L into DI/dt ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് ആക്സിസിൽ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫ് ഇൻഡ്യൂസ്ഡ് EMF വേഴ്സസ് DI/dt ഗ്രാഫ് ആണ്. ഇനി ഇൻഡ്യൂസ്ഡ് EMF വേഴ്സസ് DI/dt ഗ്രാഫ് വെൻ കറന്റ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ആണെങ്കിൽ ഇങ്ങനെ സെക്കൻഡിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ്. ഓക്കെ, അപ്പോ കറന്റിന്റെ ഇൻക്രീസ് കോൺസ്റ്റന്റ് ആണെന്നോ വേരിയബിൾ ആണെന്നോ പറഞ്ഞില്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF വേഴ്സസ് DI/dt ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഗ്രാഫ് രണ്ടാമത്തെ ഗ്രാഫ് വരയ്ക്കാം, രണ്ട് വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് വേഴ്സസ് കറന്റ്. മാഗ്നറ്റിക് എനർജിയുടെ ഫോർമുല അറിയാലോ, എനർജി ഈക്വൽ ടു ½ LI² ആണ്. അപ്പോൾ മാഗ്നറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു കർവ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഗ്രാഫ്. ഓക്കെ, ഇനി കമ്മിങ് ടു ഓൾട്ടർനേറ്റിംഗ് കറന്റ്, എക്സൽ വേഴ്സസ് ഫ്രീക്വൻസി. എക്സൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് XC വേഴ്സസ് ഫ്രീക്വൻസി ആണ്. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വേഴ്സസ് ഫ്രീക്വൻസി ആണ്. ഇനി LCR സർക്യൂട്ടിന്റെ കറന്റ് വേഴ്സസ് വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് ഫ്രീക്വൻസി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഈ LCR സർക്യൂട്ടിന് വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് റെസൊണൻസിനോട് റിലേറ്റഡ് ആയിട്ട് വരയ്ക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കറന്റ് വേഴ്സസ് ഫ്രീക്വൻസി ഓർ കറന്റ് വേഴ്സസ് ഒമേഗ ഫോർ two circuits വരയ്ക്കാൻ പറയും. One is having a resistance R1, another one is having a resistance R2. അപ്പൊ R1 greater than R2 ആണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് ഷാർപ്നെസ് കുറവും, ലോ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് ഷാർപ്നെസ് കൂടുതലായിട്ടും വരയ്ക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇതും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഗ്രാഫാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിൽ പ്രിസത്തിന്റെ ഒരു ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഓഫ് ഗ്രാഫാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി വേവ് ഓപ്റ്റിക്സിൽ വരികയാണെങ്കിൽ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി വേഴ്സസ് പൊസിഷൻ ഫോർ ഇൻഡിഫറൻസ് പാറ്റേൺ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഡിഫ്രാക്ഷൻ ഞാനതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ഡിഫ്രാക്ഷനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഇന്റൻസിറ്റി ഈക്വൽ ആയിട്ടല്ല വരയ്ക്കേണ്ടത്, ഡിക്രീസിംഗ് ആയിട്ട് പോകുന്ന പോലെയാണ് ഡിഫ്രാക്ഷനിൽ വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഡ്യുവൽ നേച്ചർ. ഡ്യുവൽ നേച്ചറിനകത്ത് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഇത് ഈക്വൽ ഇന്റൻസിറ്റി ആണോ അല്ലെങ്കിൽ ഈക്വൽ ഫ്രീക്വൻസി ആണോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ഒരെണ്ണം കറന്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് രണ്ട് ഗ്രാഫും കറന്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഞാൻ ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഫോർ ലൈറ്റ് ഹാവിംഗ് വേരിയബിൾ ഇന്റൻസിറ്റി. അതായത് ഇന്റൻസിറ്റി വ്യത്യാസമായി കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിമും സാച്ചുറേഷൻ കറന്റ് ഡിഫറൻറ്റും ആയിരിക്കും. അതാണ് നമ്മൾ ലെഫ്റ്റിലെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള ഗ്രാഫിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് സെയിം കറന്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഗ്രാഫ് തന്നെയാണ്. പക്ഷെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 3 ഡിഫറെന്റ് ലൈറ്റ്സ് വിച്ച് ഇസ് ഹാവിംഗ് സെയിം ഇന്റൻസിറ്റി ബട്ട് ഡിഫറെന്റ് ഫ്രീക്വൻസി ആണ്. അപ്പൊ സെയിം ഇന്റൻസിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം സാച്ചുറേഷൻ കറന്റ് സെയിം ആണ്, പക്ഷെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഡിഫറെന്റ്. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇനി
de Broglie wavelength divided versus 1/√v ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഷേപ്പ് ഇതാണ്. ഇനി ഫോട്ടോ ഇലക്ട്രിക് കറന്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ, അതായത് കറന്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ ഗ്രാഫില് നമുക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ചത് 3 ഡിഫറെന്റ് ലൈറ്റ്സിന്റെ ആയിരുന്നു. ഇത് ഒറ്റൊരു ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഒറ്റൊരു ലൈറ്റിന്റെ ആണ്. ഇതിൽ നമുക്കറിയാം ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സാച്ചുറേഷൻ കറന്റ് ഏതാണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഏതാണെന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ ഇ ആണ്. അതായത് എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് മോർ ദാൻ വൺ മെറ്റീരിയലിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള ഗ്രാഫ്സ് ആണ് കിട്ടുക. ഓക്കെ, കാരണം ഇതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ഇയും കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് സ്ലോപ്പ് കിട്ടാൻ പറ്റില്ല, സെയിം സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് V0 വേഴ്സസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എച്ച് ബൈ ഇയും സ്ലോപ്പ് ഓഫ് കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസിയും ഒരേ ഷേപ്പ് ആണ് ഗ്രാഫിന്. ഓക്കെ, പക്ഷെ അതിന്റെ സ്ലോപ്പും y ഇന്റർസെപ്റ്റിന്റെ വാല്യൂസും കുറച്ച് വ്യത്യാസമുണ്ട്. V0 വേഴ്സസ് ഫ്രീക്വൻസി ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എച്ച് ബൈ ഇ ആണ്. അതേസമയം കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി വരയ്ക്കുവാണെങ്കിൽ സ്ലോപ്പ് ഇസ് എച്ച്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ആണെങ്കിൽ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോർഷൻ, അതിന് പറയുന്നത് ഫൈ ഡിവൈഡഡ് ബൈ ഇ എന്നാണ്, അതായത് വർക്ക് ഫംഗ്ഷൻ ബൈ ഇ എന്നാണ്. ഓക്കെ, കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ആണെങ്കിൽ y ഇന്റർസെപ്റ്റ് വിൽ ബി വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ സ്ലോപ്പിലും y ഇന്റർസെപ്റ്റിലും ഒരു ഡിവൈഡഡ് ബൈ ഇ വരും. പക്ഷെ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ആ ഡിവൈഡഡ് ബൈ ഇ ഇല്ല. സ്ലോപ്പ് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷനുമാണ്. അപ്പൊ ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഗ്രാഫ് തന്നിട്ട് ഫൈൻഡ് ഔട്ട് എച്ച് വാല്യൂ, അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് വർക്ക് ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സ്ലോപ്പ് ആണ് എച്ച് എന്ന് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ തന്നെ ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മെറ്റൽസിന്റെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാ വരയ്ക്കാൻ പറ്റും. അതായത് പാരലൽ ആയിട്ട് മാത്രമേ ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, വൈ ദ ഗ്രാഫ്സ് ഫോർ ടു ഡിഫറെന്റ് മെറ്റൽസ് ആർ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ആവാനുള്ള കാരണം ഇതാണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എച്ച് ബൈ ഇ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരു വാല്യൂ അല്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഡ്യുവൽ നേച്ചറിൽ നിന്നാണ് കേട്ടോ. ഇത് ആറ്റംസ് എന്നാണ്. നമ്മൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സ്കാറ്റേർഡ് വേഴ്സസ് സ്കാറ്ററിംഗ് ആംഗിളിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഗ്രാഫാണ് പഠിക്കേണ്ടത്. ഇനി ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് രണ്ട് ഗ്രാഫ് ഉണ്ട്. രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ ഓർ ദ അതർ ഓൾമോസ്റ്റ് എവറി ഇയറിൽ ചോദിക്കാറുള്ളതാണ്. അപ്പൊ രണ്ട് ഗ്രാഫിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കിട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ. അപ്പൊ ഈ രണ്ട് ഗ്രാഫ് നിർബന്ധമായിട്ട് പഠിക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ പെയർ ഓഫ് ന്യൂക്ലിയോൺസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദെയർ സെപ്പറേഷൻ ആണ്. ഇതിലെ റിപ്പൽസീവ് റീജിയൻ ഏതാണ്, അട്രാക്റ്റീവ് റീജിയൻ ഏതാണെന്നൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഗ്രാഫ് വരച്ച് മാർക്ക് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ അത് ഈ ഗ്രാഫ് ഒന്ന് പഠിക്കണം. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേഴ്സസ് മാസ് നമ്പറിന്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് വരച്ചിട്ട് ഫ്രം ദ ഗ്രാഫ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് യു കെൻ കൺക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രാഫോട് കൂടെ തന്നെ 2-3 പോയിന്റ്സ് ആയിട്ട് ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ, അതായത് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ ഇപ്പൊ ഗ്രാഫിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാണ്. അതായത് ഗ്രാഫ് വരച്ചിട്ട് ഫ്രം ദ ഗ്രാഫ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് വിച്ച് യു കെൻ കൺക്ലൂഡ് ഫ്രം എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിച്ച ഈ രണ്ട് ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ സെമി കണ്ടക്ടേഴ്സിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിന്റെ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം, അതിനനുസരിച്ച് അതിന്റെ എങ്ങനെയാണ് ഫോർവേഡ് ബയസിംഗിൽ പൊട്ടൻഷ്യൽ ആൻഡ് കറന്റ് വേരി ചെയ്യുന്നത്, റിവേഴ്സ് ബയസിൽ എങ്ങനെയാണ്. റിവേഴ്സ് ബയസിൽ നമുക്കറിയാം വളരെ ചെറിയ കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറന്റ് മൈക്രോ ആംപിയറിലാണ്, നെഗറ്റീവ് ആക്സിസിലാണ് വരയ്ക്കേണ്ടത്. ഫോർവേഡ് ബയസിലാണെങ്കിൽ മില്ലി ആംപിയറിലാണ്, പോസിറ്റീവ് ആക്സിസിലാണ് വരയ്ക്കുക. അപ്പൊ ഇതാണ് ഞാനിപ്പോ ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഗ്രാഫുകളും ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും
ഗ്രാഫിനെ കുറിച്ച് പറയാതിരുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഗ്രാഫുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് പഠിക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്നത് മേ ബി 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ടു ഗെറ്റ് 3 or 4 ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ വീഡിയോ ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.